വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ബീഫ് കറിയാണ്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിനായി ഞാനിപ്പോൾ ഇവിടെ 1/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായി കറി കഷ്ണങ്ങളായി നുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മറ്റു ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ബീഫ് ഇപ്പോൾ അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ബീഫിലേക്കൊക്കെ ഒന്ന് വേഗം ഉപ്പ് പിടിക്കാനായി ഒരല്പം ഉപ്പും ഒരല്പം വിനീഗറും ചേർത്ത് ഒന്ന് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്കുള്ള മറ്റു ചേരുവകൾ നോക്കാം. 2 തക്കാളി, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം, 4 പച്ചമുളക്, 2 കുടം വെളുത്തുള്ളി, വേപ്പില, ഒരു മീഡിയം 3 സവാള. ഇതാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തക്കാളിയുടെ എണ്ണം കുറയ്ക്കുകയോ പുളി വേണ്ട ഉണ്ടെങ്കിൽ തക്കാളി ഒഴിവാക്കുകയോ ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് ഇവയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് എല്ലാം ഒന്നിച്ച് പാചകം ചെയ്യുന്നത്. നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവയെല്ലാം ഒന്ന് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാളയും തക്കാളിയും കനം കുറഞ്ഞരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ തക്കാളിയും സവാളയെല്ലാം കനം കുറഞ്ഞരിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് വാട്ടിയെടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഇവ വഴണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് വളരെ ചെറുതായി അരിയുന്നതാണ് നല്ലത്. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് കുക്കർ ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയെല്ലാം നന്നായി ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണയൊക്കെ ചൂടായതിനു ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കനം കുറഞ്ഞരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള ചേർത്തതിന് ശേഷം നമുക്കിവയെ ഒന്ന് വഴറ്റി കൊടുക്കാം. കനം കുറഞ്ഞ് അരിയുമ്പോൾ വെളിച്ചെണ്ണ കുറവാണെങ്കിലും പെട്ടെന്ന് നല്ല ചൂട് ഉണ്ടെങ്കിലും പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ തീ വളരെ ശ്രദ്ധിച്ച് വേണം വയ്ക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുകയും വേണം. സവാളയുടെ നിറമെല്ലാം ഒന്ന് ചെറുതായി മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിതിലേക്ക് ഇനി മറ്റു ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവയെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇവയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് ഇവയെ വഴറ്റിയെടുക്കാം. ഇവയുടെ കളറെല്ലാം മാറി നല്ലൊരു മുട്ട മണം നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് മറ്റു ചേരുവകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ മസാല എല്ലാം തയ്യാറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മറ്റു ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം.
1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് മുളകിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. 1 ടേബിൾ സ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഈ മസാലയെല്ലാം നന്നായി ഒന്ന് ചൂടായി വരട്ടെ. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ കൂടെ ഈ മസാലകളെല്ലാം നന്നായി ഒന്ന് യോജിച്ച് ഇവ നന്നായി ഒന്ന് വഴണ്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. കനം കുറഞ്ഞരിഞ്ഞത് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതിൽ വഴണ്ട് കിട്ടും. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇവയൊക്കെ നന്നായി വെന്ത് മെൽറ്റായി വരട്ടെ. തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞ് ആ പരുവം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. തീയെല്ലാം ചെറിയ തീയിൽ വെച്ച് നമുക്കിവയെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നന്നായി മെൽറ്റായി വന്ന് മസാലയുമായി നന്നായി യോജിച്ചിട്ടുണ്ട്. നല്ലൊരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് എല്ലാവരുടെയും ഒന്ന് യോജിക്കട്ടെ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളുടെ മസാലയെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി ബീഫ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിവയെ വേവിക്കാനായി വയ്ക്കാം. ബീഫെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ കൂടെ ബീഫെല്ലാം നന്നായി ഒന്ന് യോജിച്ച് വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിന് വേവിക്കാൻ വയ്ക്കാവുന്നതാണ്. എല്ലാ മസാലകളും ബീഫിലേക്ക് നന്നായി പുരട്ടി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം വേണ്ട, ബീഫിൽ നിന്നും തന്നെ വെള്ളം ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ മസാലയും എല്ലാം ബീഫിലേക്ക് പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയൊന്ന് വിസിലടിപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് വെന്ത് വരട്ടെ. ഇത് കുക്കറിലിരുന്ന് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. നമ്മളുടെ ബീഫെല്ലാം വെന്തോ എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇവയെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. മസാലയെല്ലാം ബീഫിലേക്ക് നന്നായി ഒന്ന് ആയി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാനായി നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അപ്പം നമ്മളുടെ കറിയെല്ലാം വെന്ത് വരുന്നുണ്ട്. നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കറിയെല്ലാം. ഇനി ഗ്രേവിയെല്ലാം നന്നായി ഒന്ന് കുറുതായി വരട്ടെ.
അപ്പം നമ്മളുടെ ഗ്രേവിയെല്ലാം നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മളുടെ ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല നെയ്ച്ചോറിൻ്റെ ഒപ്പവും അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ചോറിൻ്റെ ഒപ്പവും ബ്രെഡ്, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. താങ്ക് യു.